അമേരിക്കയുടെ തീരുവ വർധന കേന്ദ്ര സർക്കാരിനെ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശനയം പരാജയമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മോദി ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണമെന്നും ഇന്ത്യയുടെ വിദേശനയം ഉടച്ചുവാർക്കണമെന്നും ജയറാം രമേശ് പാർലമെന്റിൽ വിഷയമുന്നയിക്കും. ഹൈബി ഈഡൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെന്ന വാർത്ത വരുന്നു ദില്ലിയിൽ നിന്നും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അങ്ങനെ അമേരിക്കയുടെ നികുതി യുദ്ധം പ്രഖ്യാപനം ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. എന്താണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം? ഇതിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യൻ സർക്കാരിന്, മോദി സർക്കാരിന്റെ വിദേശനയം പരാജയമാണ് എന്നാണോ ജയറാം രമേശ് പറയുന്നത്? അത് പാർലമെന്റിൽ നടക്കാൻ പോകുന്ന ചർച്ചകളുടെ തുടക്കവും സൂചനയുമാണോ ആദിൽ പാലോൾ? ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തണം. തുടക്കമാണെന്നുള്ളതിന്റെ സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. കോൺഗ്രസ് എം പി ഹൈബി ഈഡൻ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ലോക്സഭയിൽ. സ്വാഭാവികമായും സ്പീക്കർ ഈ നോട്ടീസ് തള്ളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷേ അപ്പോഴും ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ഉന്നയിക്കാനും അത് പ്രതിഷേധമായി തന്നെ ഉയർത്താനുമുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അരുൺകുമാർ. അതിലേക്കുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഹൈബി ഈഡൻ കൊടുത്തിരിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസിലെ ഒരു വിശദാംശം വളരെ പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെമ്മീൻ കയറ്റുമതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് US-ലേക്കാണ് പോകുന്നത്, അമേരിക്കയിലേക്കാണ് പോകുന്നത്. പിഴത്തീരുവ ഈ രൂപത്തിൽ ഏർപ്പെടുത്തിയാൽ കേരളത്തിലെ ചെമ്മീൻ കയറ്റുമതിയുടെ നട്ടെല്ല് തകർക്കുന്ന തീരുമാനമായി അത് മാറും എന്നുള്ളതാണ് ഹൈബിയുടെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നത്. ഇതിനൊപ്പം കോൺഗ്രസിന്റെ വലിയ വിമർശനം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ജയറാം രമേശിന്റെ പ്രതികരണം വരുന്നത് 1970-കളിൽ ഇന്ദിരാഗാന്ധി US-നെ ചെറുത്തു നിന്നതുപോലെ അതിന് സമാനമായ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മോദിയും ആ രീതി സ്വീകരിക്കണം എന്നുള്ളതാണ്. മോദിയുടെ വിദേശ നയങ്ങൾ സമ്പൂർണ്ണ പരാജയമാണെന്നും വിദേശ നയങ്ങൾ ഉടച്ചു വാർക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ജയറാം രമേശ് പറയുന്നു. സമാനമായ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങളായി വരുന്നുണ്ട്. അതിനിടെയാണ് പ്രതിപക്ഷം, കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിൽ പാർലമെന്റിൽ, ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പാർലമെന്റിൽ വിഷയം ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺ, ഓക്കെ, ഇപ്പോൾ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാർലമെന്റിൽ ചർച്ചയാവുമെന്നത് ഉറപ്പാണ്. ചർച്ചയ്ക്ക് ചൂടുപിടിക്കും. അതിൽ ഇന്ത്യയുടെ വിദേശ നയം പരാജയമെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. എന്നാൽ മറിച്ച് റഷ്യയുമായും ചൈനയുമായിട്ടുമൊക്കെ ഇന്ത്യ ചർച്ച നടത്താൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ്. അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന നികുതി യുദ്ധ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്.